ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴോ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി, അതായത് തിങ്കളാഴ്ച രാത്രി 10:30 ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ മണിക്കൂർ വോട്ടിങ്ങുകൾ പിന്നിട്ട് ഇപ്പോഴത്തെ ബിഗ് ബോസിലെ തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെ തകർച്ചയിലുണ്ടെന്നും പരിശോധിക്കാം. വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആദില, നൂറ, ഷാനവാസ് അടക്കമുള്ള വമ്പൻ കണ്ടസ്റ്റൻറ്റും അതോടൊപ്പം ചെറുതായിട്ടുള്ള നമ്മുടെ വൈൽഡ് കാർഡുകൾ അടക്കമുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇത്തവണ നോമിനേഷന് വന്നപ്പോൾ തന്നെ വാശിയൊരു വോട്ടിംഗ് ഇത് നമ്മൾ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ മണിക്കൂർ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ പല കണ്ടസ്റ്റൻറ്റും കാഴ്ചവെച്ചപ്പോൾ ആദ്യ മണിക്കൂർ മുന്നിട്ട് നിൽക്കുന്ന ഷാനവാസ് തന്നെയാണ്. അനുമോൾ, അനീഷേട്ടൻ തുടങ്ങിയവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷാനവാസാണ് നിലവിൽ വോട്ടിംഗ് മുന്നിൽ വമ്പൻ ലീഡാണ് നിൽക്കുന്നത്. ഷാനവാസിക്കയുടെ വോട്ടിംഗ് 21,896 എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആദിലിനെ അട്ടിമറിച്ചുകൊണ്ട് നൂറ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് നൂറയ്ക്ക് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയ്ക്ക് വോട്ടിംഗ് വന്നപ്പോഴൊക്കെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 15,395 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് തൊട്ട് പുറകെ ആദിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ആദിലേക്കായിരുന്നു മുന്നേറ്റമെങ്കിലും ഇപ്പോൾ ഇതാ മേൽക്കൈ സ്വന്തമാക്കിയിരിക്കുന്ന നൂറയാണ്. മൂന്നാം സ്ഥാനത്ത് ആദില 13,058 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആര്യനെയാണ്. ആര്യന് എത്രത്തോളം നെഗറ്റീവ് ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൽ ആര്യന് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആര്യൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. PR ആണോ അല്ലെങ്കിൽ ആര്യൻ ഫാൻസ് ആണോ എന്നൊന്നും അറിയത്തില്ല. 10,781 വോട്ടുമായിട്ട് നാലാം സ്ഥാനത്തേക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നെവിനെയാണ് കാണാൻ സാധിക്കുക. നെവിൻ, ഷാനവാസ്, ഇഷ്യൂയൊക്കെ ഇപ്പോൾ ബിഗ് ബോസിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാലും ഇതെങ്കിലും ഇപ്പോൾ നെവിന് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായിരിക്കുകയാണ്. 8,231 വോട്ടുകളുമായിട്ട് നെവിൻ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ബിന്നിനെയാണ്. ലക്ഷ്മി അട്ടിമറിക്കാൻ ബിന്നിക്ക് സാധിച്ച് ബിന്നി നല്ലൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. 7,732 വോട്ടുകളുമായിട്ട് ബിന്നി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂർ സേഫായിട്ട് മാറുന്ന റന ഫാത്തിമയെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകൾ നേരിയ തോതിൽ ഡേഞ്ചർ സോണിലോട്ട് പോയ റന സേഫ് സോണിലോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 6,899 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മിക്ക് ആദ്യ മണിക്കൂറിൽ വോട്ടിംഗ് താഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ലക്ഷ്മിയുടെ വോട്ട് 5,387 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 9ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക സാബുമാനെയാണ്. സാബുമാൻ്റെ വോട്ട് 4,786 വോട്ടുമായിട്ട് നിലവിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങാൻ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. ജസ്റ്റ് വോട്ടിംഗ് ആരംഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂർ വോട്ടിംഗ് ഒക്കെയാണ് ഇതിനോടൊപ്പം തന്നെ നടന്നിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ഇതിനോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 12 മണിക്ക് ശേഷം ചൊവ്വാഴ്ചത്തെ വോട്ടിംഗാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ നിങ്ങൾ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകളൊക്കെ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. എന്തൊക്കെയാണ് ഈ ഒരു സീസണിൽ നിന്നും ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.